പുലിമുട്ടിൻ്റെ കല്ലിൻ്റെ മറവിൽ പറന്ന് പോകുന്ന കാറ്റാ. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കടൽ നല്ലോണം കുറഞ്ഞൂന്ന്. അപ്പോൾ കടൽ കുറഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേ ഒന്ന് നടന്ന് നോക്കിയതാട്ടോ. കടലടിച്ച് തകർത്തിട്ട സ്ഥലങ്ങളും ഒക്കെ കടൽ കുറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് വീണത് ആയിട്ട് കാണിച്ച വീട് കേട്ടോ. കംപ്ലീറ്റ്ലി തകർന്ന് വീണു. ഇതിൻ്റെ ബാക്ക് സൈഡൊന്നും നമുക്കന്ന് പോയി കാണിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അത്രയും കടലായിരുന്നല്ലോ. കടൽ അത്രയും തിരമാലകളായിരുന്നു. ഇപ്പോൾ തിര കുറഞ്ഞിട്ടുണ്ട്. തിര ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തിര വരുന്നുണ്ട് കണ്ടോ. നമ്മൾ നിൽക്കുന്നിടത്തേക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത്ര പവർഫുള്ളായിട്ടല്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. അതായത് വീടിൻ്റെ ടെറസ് വാർത്തിട്ടുള്ള ഭാഗമാണ് കാണുന്നത്. അതൊക്കെ അങ്ങ് ഇടിഞ്ഞ് വീണു. ഈ വീട് കംപ്ലീറ്റ് ഇഷ്ടിക കൊണ്ട് പണിത വീടായിരുന്നു കേട്ടോ. ഇഷ്ടികയായിരുന്നു കംപ്ലീറ്റ് ഉപയോഗിച്ചിരുന്നത് കണ്ടോ. അവിടെയൊക്കെ ഒരുപാട് വീടുകൾ, നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന പല വീടുകളും താബൂക്ക്, അതായത് സിമെൻറ്റിൻ്റെ ഇഷ്ടികയിൽ താബൂക്ക് കൊണ്ടും അതുപോലെ ചെങ്കല്ല് കൊണ്ട് പണിതിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. അവിടെ കുറേ കടൽ കയറിയിട്ടും വീഴാണ്ട് നിൽക്കുന്ന വീടുകൾ കുറേ കണ്ടു. അപ്പോൾ ഇത് ഇഷ്ടികയാണ്. എനിക്ക് തോന്നുന്നത് ഇഷ്ടിക ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ അത് വീണത് കേട്ടോ. കാരണം ഇഷ്ടിക വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് പറയട്ടെ. എനിക്ക് ബിൽഡിംഗ് മേഖലയായിട്ടൊന്നും പരിചയമൊന്നുമില്ല. അവിടെയൊക്കെ താബൂക്ക് കൊണ്ടും മറ്റേ ചെങ്കല്ല് കൊണ്ടൊക്കെ പണിത വീടുകൾ കുറേ നാൾ വെള്ളം കയറിയിട്ടും വീഴാണ്ട് നിൽക്കുന്ന വീടുകളുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വെള്ളം കയറിയപ്പോൾ പെട്ടെന്ന് തന്നെ വീണു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടിക ആയതുകൊണ്ടായിരിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു. ഇവിടെയൊക്കെ അന്ന് കടൽ നല്ലോണം കയറിക്കൊണ്ടിരിക്കില്ലായിരുന്നു. ഇവിടം വരെയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടേക്കൊന്നും വെള്ളമില്ല. പക്ഷേ ഇവിടെയൊക്കെ അടിച്ച് തകർത്തിട്ട സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട്. അന്ന് നമ്മളിവിടെ ഡ്രോൺ പറത്തിയിട്ട് ആ ഒരു വീടൊക്കെ കാണിച്ചിരുന്നതാണ്. ആ വീട്ടിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറിയിരുന്നതുമാണ്. അപ്പോൾ കണ്ടോ, അവിടെ ഉണ്ടായിരുന്ന എത്രയോ ദൂരെ ഉണ്ടായിരുന്ന 10-100-200 മീറ്റർ അപ്പുറത്തുണ്ടായിരുന്ന കടൽ ഭിത്തിയുടെ കല്ലുകളാണ് അടിച്ച് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് കണ്ടോ. അടിച്ച് കയറ്റി കൊണ്ടിട്ടിരിക്കുകയാണ് ഇവിടെ. ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ദുരന്തം നടന്ന സ്ഥലത്ത്, ഒരു ഉരുൾപൊട്ടലൊക്കെ നടന്ന സ്ഥലം പോലെ കല്ലുകളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതേ. മറ്റേടത്ത് കർണാടകത്തിലാണെങ്കിൽ നമ്മുടെ അർജുന ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ലോറി കണ്ടെത്തി എന്ന് പറയുന്നു. അത് ഇന്ന് പുറത്തെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നോ നാളെയൊക്കെ ആയിട്ടായിരിക്കും. കാരണം അവരുടെ എക്യുപ്മെൻറ്റ്സൊക്കെ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സമയം രാവിലെയാണ്. ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല എന്നാണ് കിട്ടിയ വിവരം. ഇനിയിപ്പോൾ അറിയില്ല, എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കട്ടെ. കണ്ടോ, ഇവിടെയൊക്കെ കല്ലടിച്ച് കയറ്റിയിരിക്കുന്നുണ്ടോ. നമുക്ക് അന്ന് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഇതിലെ തിരയൊക്കെ അടിച്ച് കയറുന്നത് നമ്മൾ ഡ്രോൺ പറത്തിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കന്ന് കാണിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതിലൊന്നും നമുക്ക് നടക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല അന്ന്. ഇപ്പോഴും തിരയുണ്ട്, പക്ഷെ എന്നാലും അത്രയ്ക്കങ്ങ് തിര അടിച്ച് കയറാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ നടന്നിട്ട് പോകാൻ പറ്റും. കുറച്ച് റിസ്ക് എടുക്കണമെന്നേ ഉള്ളൂ, കല്ലുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട്. ഒരു തിര വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നനയും. ഇല്ല, അതങ്ങ് കയറിയില്ല. തെങ്ങുകളൊക്കെ എടുക്കാൻ നോക്കിയ കണ്ടോ. ഇതൊരു വീട്, ഇതിലേക്കാണ് അത് വെള്ളം അടിച്ച് കയറുന്നത്. ഞാൻ ഡ്രോൺ വഴി കാണിച്ചത്. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സൈഡിൽ കാണിക്കാം. ആ ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പുറത്തൊരു വീട്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീട്. തെങ്ങുകളൊക്കെ എടുക്കുന്നുണ്ടോ. ഇത് പെട്ടെന്ന് സംഭവിച്ചതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവാൻ. കണ്ടോ, ആ തെങ്ങുകളൊക്കെ നോക്കി ഒരു കേടുമില്ലാണ്ട് നല്ല പച്ച തെങ്ങുകൾ. കുറേ നാളായിട്ട് കടൽ കയറുന്ന സ്ഥലമാണെങ്കിൽ ഇത്ര ആരോഗ്യം ഉണ്ടാവില്ല തെങ്ങുകൾക്കൊന്നും. കണ്ടോ, അത്രയും ആരോഗ്യമുള്ള പച്ച തെങ്ങുകളാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒരു ഭാഗം ഇത്രയും കയറുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞല്ലോ, പെട്ടെന്ന് കയറിയതാണ് ഈ ഒരു ഏരിയ. ഈ പുലിമുട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. പുലിമുട്ടിൽ ഇന്നും ചൂണ്ടക്കാരുണ്ട് കേട്ടോ.
ചൂണ്ടക്കാർക്ക് മീൻ കിട്ടുന്നുണ്ടാവും. കാരണം വെള്ളം നല്ല വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ മീൻ കിട്ടുന്ന വെള്ളമാണ്, മീൻ കിട്ടേണ്ടതാണ്. ഇവിടേക്ക് എങ്ങനെയാ വന്നിരുന്നു അന്ന് കടല്? കണ്ടോ നോക്കിയ തെങ്ങുകൾ കൊണ്ട് കൂട്ടിയിട്ടിരിക്കണം. നോക്കിയാൽ എത്ര തെങ്ങാന്ന് നോക്കിയാൽ 3, 4, 5 തെങ്ങാണ് ഒരുമിച്ച് കൊണ്ട് അടിച്ച് കയറ്റി കൂട്ടിയിട്ടിരിക്കണം. കണ്ടോ തെങ്ങിൻ്റെ വേരൊക്കെ കണ്ടോ കുഴിച്ചെടുത്തിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ പുലിമുട്ട്. ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് നോക്കാം. ഇനി അവിടെ നിന്ന് അപ്പുറത്ത് ചെറിയൊരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ട് ഏതാണ്ടൊക്കെ തകർന്ന് പോകാറായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു പുലിമുട്ട്, പിന്നെ നമ്മുടെ മെയിൻ അഴിമുഖത്തിൻ്റെ പുലിമുട്ട്. എന്നാലും അവിടെ വരെ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ഒരു ചേട്ടൻ വല വീശുന്നുണ്ട് കേട്ടോ പുലിമുട്ടിൻ്റെ അടുത്ത്. എന്താ മീൻ വല്ലതും കിട്ടുന്നുണ്ടാവോ? വേറെ കുറവായതുകൊണ്ട് കുഴപ്പമില്ല വല വീശാൻ. ഇതാണ് ഉള്ളതിലെ ഏറ്റവും ചെറിയ പുലിമുട്ട്, ഏറ്റവും പുതിയ പുലിമുട്ട്, ഏറ്റവും അവസാനത്തെ പുലിമുട്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ പുലിമുട്ട് തന്നെ ഏറ്റവും ആദ്യം തകർന്നു പോകുന്നൊരവസ്ഥയാണ് കേട്ടോ കാണുന്നത്. ഒരു സൈഡൊക്കെ ഫുള്ള് തകർന്ന് പോയി തുടങ്ങിയത്. ഇവിടെ ഈ പുലിമുട്ടുകളുള്ളതുകൊണ്ട് പുലിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 3, 4 പുലിമുട്ടുകൾ അടുപ്പിച്ചിട്ടിട്ടുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് കാര്യമായിട്ട് കടലേറ്റം ഇല്ല കേട്ടോ. വെള്ളം കയറുമായിരിക്കും, പക്ഷേ മണ്ണ് കുഴിച്ചു കൊണ്ടുപോകുന്ന പരിപാടി കാര്യമായിട്ടില്ല. കണ്ടോ ആ ഭാഗത്തൊക്കെ മണ്ണ് ഇടുകയാണ് ചെയ്തത്. ആ പുലിമുട്ടിൻ്റെ സൈഡൊക്കെ കടൽ മണ്ണ് കൊണ്ട് നിക്ഷേപിച്ചു. ഒരുവിധം ഈ ഭാഗമൊക്കെ സേഫായി. ഞണ്ട് നോക്കി, ഞണ്ടിൻ്റെ തൊണ്ട് നല്ല വലിയ ഞണ്ടാണ് കേട്ടോ. മഡ് ക്രാബ്. ഇത് അടുത്ത പുലിമുട്ട്, അതായത് നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ 3ാമത്തെ പുലിമുട്ടാണ് കേട്ടത്. ഇത് അത്യാവശ്യം നീളമുള്ള പുലിമുട്ടാണ്. കടൽ നല്ല ശാന്തമായിട്ടാ, എത്ര ശാന്തമായിട്ടൊക്കെ എടുക്കണം നോക്കി. പൊളിയായിട്ടാ, എന്ത് രസമായിട്ടൊക്കെ എടുക്കണേ. കണ്ടോ അതിൻ്റെ അപ്പുറത്ത് മെയിൻ പുലിമുട്ടിൻ്റെ അവിടെ വീശിക്കാരുണ്ട്. അവർക്ക് മാന്തളും അതുപോലുള്ള മീനുകളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ വീശിക്കാരെ കാണുന്നുണ്ട്, ഇവിടെ നിന്ന് കാണാം. ഇതിലിപ്പോൾ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങോട്ട് നടക്കാം. അതാണ് മെയിൻ നമ്മുടെ ചേറ്റുവ പുലിമുട്ട്, അഴിമുഖത്തിൻ്റെ സൈഡിലുള്ള പുലിമുട്ട്. ഈ പുലിമുട്ട് എന്തിനാണ് ഇടണമെന്ന് കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ചു. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പുലിമുട്ട് എന്തിനാണെന്ന് വെച്ചാലേ നിങ്ങൾക്ക് അറിയാം, ഈ തിരമാലകൾ ഇങ്ങനെ നീളത്തിലാണ് തിരമാല വരിക. അപ്പോൾ ഇത് ബ്രേക്കറാണ്. തിരമാലയെ മുറിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ധർമ്മം. അതായത് നീളത്തിൽ വരുന്ന തിരമാലേനെ പകുതി വെച്ചിട്ട് മുറിക്കുമ്പോൾ തിരമാല 2 കഷ്ണങ്ങളായിട്ട് ഒന്ന് അപ്പുറത്തേക്കും ഒന്ന് ഇപ്പുറത്തേക്കും പോകും. അപ്പോൾ അതിൻ്റെ പവർ കുറയും. അതായത് ആ നീളത്തിലുള്ള വലിയ തിരമാല കരയിൽ വന്നടിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല 2 കഷ്ണങ്ങളായിട്ട് വരുന്ന തിരമാല കരയിലേക്ക് എത്തുമ്പോൾ. അത്രയും പവർ കുറഞ്ഞിട്ടായിരിക്കും എത്തുക. അപ്പോൾ
അങ്ങനെ വേവിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പുലിമുട്ടിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തിരമാലകളുടെ പവർ എന്തായാലും കുറയും, നാച്ചുറലി അത് കുറയും. അപ്പോൾ അങ്ങനെ തീരത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പുലിമുട്ടിൻ്റെ ഉദ്ദേശം. ഇവിടെയൊക്കെ കുറേ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പുലിമുട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗമൊക്കെ കണ്ടു, ഇവിടെ കടമ്പ് പടർന്ന് കിടന്നിരുന്ന ഓൾറെഡി മണ്ണിട്ട സ്ഥലങ്ങളാണ്. കടൽ തന്നെ മണ്ണ് കൊണ്ട് നിക്ഷേപിച്ച് ഹൈറ്റ് കൂട്ടിയ സ്ഥലങ്ങളാണ്. അത് ഇത്തവണ കുറേ കുഴിച്ചു പോയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു മണൽത്തിട്ട രൂപം കൊണ്ടത് കണ്ടോ, അത് കുഴിച്ച് പോയതാണ്. ഇവിടെയൊക്കെ എന്തോരം സാധനങ്ങളെ കൊണ്ട് കയറ്റിയിരിക്കണേ, കംപ്ലീറ്റ് വേസ്റ്റും കൊണ്ട് അടിച്ച് കയറ്റിയിരിക്കുക കേട്ടോ. നോക്കിയേ, എടുക്കണം നോക്കിയേ വേസ്റ്റ്. ഇതൊക്കെ നമ്മൾ കടലിലേക്ക് ഇട്ട വേസ്റ്റ് അല്ലേ, പ്ലാസ്റ്റിക്കും. ബാക്കി പിന്നെ ബയോ വേസ്റ്റൊക്കെ പിന്നെ പോട്ടെ, കരിക്കും ചകിരിയും തേങ്ങയും അങ്ങനെയുള്ള സാധനങ്ങൾ. അത് കൂടാണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റും ചെരുപ്പുകൾ തന്നെ എത്ര എണ്ണം നോക്കിയാൽ, എത്ര ജോഡി ചെരുപ്പുകളാണ് നോക്കി ഇവിടെ കിടക്കണേ കണ്ടോ. എന്തോരം ചെരുപ്പുകളാണ്. അത് കൂടാണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകളും എത്രയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചേറ്റുവ പുലിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്തെത്തിയിട്ടാണ്. ഇതാണ് ഇപ്പോൾ ചേറ്റുവ പുലിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം. കുറച്ച് നാൾ മുന്നേ നമ്മൾ വന്നപ്പോൾ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അതായത് അപ്പുറത്തെ പുലിമുട്ടിൽ റെഡ് ലൈറ്റും ഇപ്പുറത്തെ പുലിമുട്ടിൽ ഗ്രീൻ ലൈറ്റും. അതിങ്ങനെ മാറി ബ്ലിങ്ക് ചെയ്യും രാത്രിയാകുമ്പോൾ. അത് ഇവിടെ ഇതിലെ ഇങ്ങോട്ട് വരുന്ന ബോട്ടുകാർക്കൊക്കെ ഉള്ള സിഗ്നലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സിഗ്നൽ ലൈറ്റാണ് ഈ മറഞ്ഞ് കിടക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തിനുള്ളിലാണ് ആ സിഗ്നൽ ലൈറ്റ് വീഴുന്നുള്ളത്. അങ്ങനത്തെ രീതിയിലാണ് അത് നിന്നിരുന്നത്. അത് മറിഞ്ഞ് വീണു കണ്ടോ, കിടക്കുന്ന കണ്ടോ. അതായത് ഈ സിഗ്നൽ ലൈറ്റ് ഉണ്ടായിരുന്നത് കുറേ ദൂരെയായിരുന്നു, അവിടെയായിരുന്നു. അതിനുശേഷം അവിടെ കടലെടുത്ത് കയറി കല്ലൊക്കെ പോയി കയറി വന്നപ്പോൾ സിഗ്നൽ ലൈറ്റിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതാണ്. കഴിഞ്ഞ മുന്നത്തെ വർഷം കണ്ട് മാറ്റി സ്ഥാപിച്ചു. പിന്നെ വീണ്ടും കയറി വന്ന് പുലിമുട്ട് തകർത്ത് ഇപ്പോൾ അതും വീണു കണ്ടോ. അപ്പോൾ ഈ പുലിമുട്ടും ചെറുതായി തകർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കര മാത്രമല്ല തകരുന്നത്, പുലിമുട്ടും തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ കാണിച്ചില്ല, അവിടെ നടുഭാഗത്തൊരു ഭാഗം തകർന്നു പോകുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ കടൽ ഇതിനൊക്കെ തകർത്തുകൊണ്ടിരിക്കുക. ഇത് ഇനിയിപ്പോൾ വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി ഇവിടെ അങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും പുലിമുട്ടിൻ്റെ നീളം കുറഞ്ഞു വരും. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാവണത്. തിരിച്ചു പോട്ടെ, നല്ല മഴ വരുന്നുണ്ട്. മിക്കവാറും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പെടും തോന്നുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് റെയിൻകോട്ട് ഇട്ട് ഇറങ്ങിയത് കേട്ടോ. അന്ന് റെയിൻകോട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ടാണ് വന്നത്. അതെന്തായാലും നന്നായി. ഇറങ്ങുന്ന സമയത്ത് മഴയുടെ ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് മഴക്കാർ വന്ന് മൂടി. പിന്നെ നമ്മുടെ മറ്റേ ചേറുമീനിനെ കടലിൽ നിന്ന് കിട്ടിയ കേസില്ലേ, അത് ഞാൻ വിട്ടു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വീശിക്കാരെ കണ്ടപ്പോഴേ അവരൊക്കെ എന്നോട് ഇക്കാര്യം വന്ന് സംസാരിച്ചു ആ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അവർ പറയുക അവർക്ക് കട്ട്ളേനെ വരെ കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ വല വീശുമ്പോൾ കടലിൽ. കട്ട്ള ശുദ്ധജല മത്സ്യമാണല്ലോ. ഈ സമയത്ത് കട്ട്ള, രോഹു അതുപോലത്തെ മീനുകളൊക്കെ വരും എന്ന് പറഞ്ഞവർ. അപ്പോൾ അങ്ങനെ കിട്ടാറുണ്ടെന്ന്.
അപ്പോൾ എന്തിനാ വെറുതെ ഈ കിഴക്കൻ മേഖലയിലുള്ളവരോട് തർക്കിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുക. അവർക്കൊക്കെ ഈ തോട്ടിൽ നിന്ന് പാടത്തുനിന്നും കണ്ടത്തുനിന്നും ഈ സ്നേക്ക് ഹെഡിനൊക്കെ പിടിച്ചിട്ടുള്ള പരിചയം ഉണ്ടാവുള്ളൂ. അവർക്ക് ഈ അഴിയും പൊഴിയും അറപ്പയും കടലും എന്താന്ന് പോലും അറിയില്ല. പിന്നെ എന്തിനാ വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നതെന്ന് അവർ എന്നോട് ചോദിക്കുക. അപ്പോൾ കാര്യം ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഈ വിവരമില്ലാത്തവരോട് തർക്കിച്ചിട്ട് നമ്മുടെ എനർജി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സംഭവം അതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തിരിച്ചു പോട്ടെ. നല്ല കിട്ടില്ല മഴ വരുന്നുണ്ട്, കിട്ടിക്കാച്ചി മഴ ആയിരിക്കും. അന്നത്തെ പോലെ കാറ്റില്ലാതിരുന്നാൽ മതി. ഇന്ന് നടന്നിട്ട് തന്നെ വന്നിരിക്കുന്നത്, ആ തെങ്ങിൻ തോപ്പിക്കട നടന്നിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാറ്റുണ്ടെങ്കിൽ പണിയാണ്. മഴ മാത്രമുള്ളെങ്കിൽ കുഴപ്പമില്ല, റെയിൻകോട്ട് ഉണ്ടല്ലോ, അങ്ങനെ നടന്ന് പോവാം. അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കട്ടെ. മഴ പെയ്തുട്ടാ, കടലിൽ മഴ പെയ്തു, അവിടെ മഴ പെയ്തുണ്ട്, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇങ്ങോട്ട് മഴ വന്നിട്ടില്ല, കടലിൽ പെയ്യുന്നുണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടത്. അവിടെ നന്നായിട്ട് മഴ പെയ്യുന്നത് നമുക്കറിയാം. അവിടെ ഒരു വള്ളം പോകുന്നുണ്ട്, ആ വള്ളത്തിൻ്റെ അവിടെയൊക്കെ അവിടെ നല്ല മഴയാണ്. അത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. മഴ എത്തി കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടത്. ദൂരേന്ന് നിന്ന് ഇങ്ങനെ മഴ പെയ്ത് പതുക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അടിപൊളി. എന്തായാലും കാറ്റില്ല, കാറ്റുണ്ട്, ചെറുതായിട്ടുള്ളൂ, വലിയ കാറ്റില്ല. നല്ല മഴയായിട്ടാ, നല്ലൊരു കാറ്റും വീശി. ഞാൻ ശരിക്കൊന്ന് പേടിച്ചു. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകണം, അങ്ങോട്ട് അഴിയുടെ അവിടേക്ക് പോവുകയാണെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ല, കാരണം മരങ്ങളൊന്നും ഇല്ലല്ലോ. ഈ തെങ്ങിൻ തോപ്പിക്കൂടെ നടന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഈ കാറ്റത്ത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ശങ്കിച്ച് നിന്നതവിടെ. എങ്ങോട്ട് പോകണം, കറണ്ട് കമ്പികളൊക്കെ പോകണ്ടേ, ഏതെങ്കിലും ഒരു പോസ്റ്റെങ്കിലും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാവും. കാറ്റ് വീശുന്നുണ്ട്, കാറ്റ് ഇങ്ങനെ വിട്ട് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം നിൽക്കാം, അതാണ് നന്നാവുക. എന്നിട്ട് മഴ ഒന്ന് തോരുകയാണെങ്കിൽ തിരിച്ചു പോവാം. നല്ലൊരു കാറ്റ് വീശി, പക്ഷെ അധികം നേരം നിന്നില്ല, ഭയങ്കര കാറ്റായിരുന്നു. പെട്ടെന്ന് കാറ്റ് നിന്നു കേട്ടോ. മഴയുണ്ട്, കുറച്ചേരം ഇവിടെ നിൽക്കാം. ഇവിടെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല, പുലിമുട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. മരങ്ങളൊന്നും തലയ്ക്ക് വീഴുന്ന പ്രശ്നം വരില്ല. കാറ്റ് വരുന്നുണ്ട്. പുലിമുട്ടത്തിൽ ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട്, ചൂണ്ടിടുന്നുണ്ട്. ആ പുലിമുട്ടിലുണ്ട്, വലിയ പുലിമുട്ടിലുണ്ട്, ഈ പുലിമുട്ടിലുണ്ട്. അവിടെ നിൽക്കുമ്പോൾ വീഴാണ്ട് നോക്കിയാൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിലെ പോകുമ്പോൾ അവിടെ റോഡാണ്, റോട്ടുകളെ പോകുമ്പോൾ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റൊക്കെ മറിഞ്ഞു നമ്മൾ കെയർ ചെയ്യണം. അവിടെ നിൽക്കാൻ പറ്റില്ല, പറന്നു പോണം. എന്നാലും ഇവിടെ ഒരു ഇതും സേഫാ. അതിലൊക്കെ പോയി കഴിഞ്ഞാലേ, അതിലൊക്കെ നടന്നു കഴിഞ്ഞാൽ വല്ല തെങ്ങനെ മറിഞ്ഞ തലയിലേക്ക് വീണ് കഴിഞ്ഞാല് പണിയാ. അപ്പൊ ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് മാത്രം കാറ്റൊതുങ്ങിയിട്ട് പോവാം, അത് നടക്കുള്ളൂ. ഭയങ്കര കാറ്റല്ലോ.
അന്ന് കടൽ കയറുണ്ടായിരുന്നത് നമ്മൾ കണ്ട വീടുകളാണ് കേട്ടോ ഇതൊക്കെ. കാറ്റ് കുറഞ്ഞിട്ടാ, കാറ്റ് പോയി, മഴയും പോയി. അപ്പോൾ ഇറങ്ങി നടന്നതാ. അല്ലെങ്കിൽ ഇപ്പോൾ റിസ്ക്കാണ്. ഏറ്റവും ബെസ്റ്റ് കാറ്റുണ്ടാകുമ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. ആ പുലിമുട്ടിൻ്റെ സൈഡിലാകുമ്പോഴേ, കല്ലിൻ്റെ സൈഡിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റ് വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. അവിടെ സേഫായിട്ട് ഇരിക്കാം. ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ റിസ്ക്കാണ്. ചിലർ പെട്ടെന്ന് കാറ്റും മഴയും കാണുമ്പോഴേ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ വണ്ടി എടുത്ത് പെട്ടെന്ന് പോകും. അത് ഇതിലേക്ക് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഒന്നാമത് ഈ കറണ്ട് കമ്പികളും ഇലക്ട്രിക് പോസ്റ്റൊക്കെ നിൽക്കുമ്പോൾ അതങ്ങനെ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരങ്ങൾ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഏറ്റവും ബെസ്റ്റ് അവിടെ തന്നെ നിൽക്കുക. ഈ പുലിമുട്ടുമ്പോൾ നിൽക്കരുത്. മുട്ടുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റത്ത് നമ്മൾ തെറിച്ച് പോയിട്ട് കടലിലേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ മുട്ടുമെന്ന് ഇറങ്ങിയിട്ട് ആ കല്ലിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. കുറേ പേരുണ്ടായിരുന്നു, ചൂണ്ടക്കാരൊക്കെ കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ ഇരിക്കുകയായിരുന്നു, നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും കാറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി എന്തായാലും അടുത്ത് തിരിച്ചു വിടാം. ആ മഴക്കാർ പോയതോടുകൂടെ കാറ്റ് മാറിയിട്ടാ, കണ്ട തെളിഞ്ഞു, ആകാശം തെളിഞ്ഞു. ആ മഴക്കാരവിടെ നിൽക്കണോണ്ടായിരുന്നു കാറ്റ്. ആ കാറ്റൊക്കെ അടിച്ച് മഴക്കാരൊക്കെ പോയി, വാനം തെളിഞ്ഞു. ചെറുതായിട്ട് ഇങ്ങനെ കാറ്റ് വീശുന്നുണ്ട്. ഇനി അവിടെ എത്തുന്നതിനുള്ളിൽ കാറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും പോട്ടെ. വരുന്ന വഴിക്ക് ഈ വീടും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കും. ഈ വീട് നോക്കിയേ, നമ്മൾ അന്ന് കാണിച്ചതിനേക്കാളും കുറേ കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ട അവിടേക്ക് ആ വീടിൻ്റെ പടി, വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളെല്ലാം തകർന്ന് നിൽക്കുകയാണ്. കണ്ടോ, സ്റ്റെപ്പൊക്കെ അവിടെ നിന്ന് വിട്ടുപോയി. ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കിയാൽ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മണ്ണ് എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീടിനെയും അടുത്ത് തന്നെ, ഇത്രയും വൈകാതെ തന്നെ ഈ വീടും പോവും എന്നാണ് തോന്നണത്. കണ്ടോ, അപ്പോൾ അതാണ് അവസ്ഥ.